ഞങ്ങള് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവര് ഞങ്ങൾക്ക് എതിരായിട്ട് എന്ന് മാറിയോ അന്ന് തുടങ്ങിയുള്ള ഭവിഷ്യത്താണ് സംഭവിക്കുന്നത്. അവരുടെ ഈ ഇന്ത്യയിലെ എല്ലാ ഭൂമിയും ഈ ഞങ്ങളായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ തീർന്നിരിക്കും. അവരുടെ അവസാനത്തിനാണ് അവർ ഈ വരവ് വന്നത്. പിന്നെ ഇവര് ഈ 400 ഏക്കർ ഈ ബക്കപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? 174 ഏക്കർ ഭൂമിയാണ് ഈ മുൻപത്തുള്ളത്. ഈ 400 ഏക്കർ എവിടെ നിന്ന് ഇവരുണ്ടാക്കും? ഇവരുണ്ടാക്കുമെന്ന് പറയണ്ടല്ല. ഇവര് കടലളന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് കടലളന്നു കൊടുക്കോ? ഞങ്ങളത് സമ്മതിക്കൂല. ഞങ്ങളുടെ നെഞ്ഞത്തുകൂടി ഞങ്ങൾ ശാലത്തുമ്മ കൂടി ചവിട്ടി പോകണം. ഈ മുൻപത്ത് വന്ന് ഉണ്ടാക്കാൻ വന്നാല്. ഞാൻ ഇന്നലെ അവരുടെ പ്രസ്താവനകൾ കുറച്ച് കേട്ട്, ഇവര് എൻ്റെ ഉണ്ട് രേഖ, ഞാൻ കാണിച്ചു കൊടുക്ക. ഈ 2 വില്ലയിലും കൂടി എന്തോരം ഭൂമി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആകെ 174 ഏക്കർ ഭൂമിയാണ് ഇവിടെ ഉള്ളത്. ഇവര് ഈ 400 ഏക്കർ എവിടെ നിന്ന് ഒന്ന് ഉണ്ടാക്കട്ടെ ഇവിടെ വന്ന്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോ ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം വീണ്ടും വരികയാണ്. ഈ ദിവസം നമ്മുടെ വഖഫ് ബോർഡിന്റെ സംസ്ഥാന കാര്യകർത്താക്കൾ മുനമ്പം വീണ്ടും അത് വഖഫ് ബോർഡിന്റെ തന്നെയാണെന്ന് ഉറച്ചു പറയുന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? ഞങ്ങൾക്ക് ഈ സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭൂമി ഒരു കാരണവശാലും ഇവർക്ക് കിട്ടൂല. കാരണം ഈ ഉമീസ് പോർട്ട് ബോർഡിന്റെ ഒരു കാരണവശാലും ഞങ്ങളുടെ ഭൂമിനെ പെടുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് അവർ ചിന്തിക്കുന്നത് വേറെ എവിടെയോ ഒരു ഭൂമി കണ്ടുവച്ചിട്ടുണ്ട്, ആ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു കരിക്കൾ നീക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഈ വഖഫ് ബോർഡ് വലിയ രീതിയിൽ ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് യു ഡി എഫിന്റെ അകത്ത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 140 പേര് ഒരുമിച്ച് കൈവക്കിയ ഒരു സംസ്ഥാനമാണിത്. അപ്പൊ അവര് തന്നെയാണ് ഇപ്പോഴും ഈ കയറിയേക്കണത്. അപ്പുറം ഇപ്പുറം നിൽക്കണ അവര് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു 3 പേര് ഇപ്പൊ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് ഒരു 3 പേരെങ്കിലും ആയി. പക്ഷെ ഞങ്ങൾ ഈ ജനങ്ങളോട് എല്ലാവരും പറയണ്, ഞങ്ങളിത് നേരത്തെ തന്നെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചെറിയൊരു സൂചന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഞങ്ങളുടെ ഊഹത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മുനമ്പം സമരം വീണ്ടും ശക്തി ആർജിക്കേണ്ട ഒരു സമയമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഷുവർ, ഞങ്ങൾ ഇപ്പൊ ഒന്നിക്കാനുള്ള ഇപ്പൊ ഞങ്ങൾ ഇന്ന് കമ്മിറ്റി കൂടിയൊക്കെയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് വീണ്ടും സമരം പഴയതിനും നല്ല രീതിയിലേക്ക് സമരങ്ങൾ ഒന്നിച്ചു പോകാനുള്ള പ്ലാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ കയറിക്കിട്ട് ഒരു ഭിന്നിപ്പ് ഇവര് ഉണ്ടാക്കി. പക്ഷെ അത് ഞങ്ങളെ ബാധിക്കൂല. ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാണ് സമരം ഞങ്ങൾ എറണാകുളം ഈ പറഞ്ഞ വഖഫ് ബോർഡിലേക്ക് നീങ്ങാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വാഭാവികമായിട്ട് CPM-ഉം UDF അല്ലെങ്കിൽ കോൺഗ്രസും കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഈ ഒരു വലിയൊരു പ്രതിസന്ധിയുടെ നിങ്ങൾക്കൊപ്പം ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനവും നിന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ സപ്പോർട്ടില്ലാതെ നിങ്ങൾക്കിനി ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും പോകാൻ പറ്റും. ഞങ്ങൾക്കുള്ള 3 പേരെന്ന് വെച്ചാൽ ഞങ്ങളുടെ കട്ടക്കുന്ന 3 പേരാണ് ഉള്ളത്. അപ്പൊ അത് ഞങ്ങൾക്ക് അതിന് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയില്ല. കാരണം അവർക്ക് ചെയ്യാവുന്ന ഭംഗിയായിട്ട് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് വരെയായിട്ടും അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പോലും അവർ ചെയ്തിട്ടില്ല. കാര്യം ഈ ഹൈക്കോർട്ട് ഈ നമ്മളുടെ ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പറഞ്ഞ റവന്യൂ അധികാരങ്ങൾ തരാനുള്ള ടൈം ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാതെ അവർക്ക് 1 മാസം ടൈം കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് സ്റ്റേ മേടിക്കാനുള്ള അനുവാദം ഈ മൗന സമ്മതം കൊടുത്ത ആളാണ് അവര് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഈ മുനമ്പൻ ജനതയുടെ ആകെ പ്രതീക്ഷ നിയമസഭയിൽ BJP-യുടെ 3 MLA-മാര് മാത്രമാണോ? ഉറപ്പ്, ഞങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യും, ഞങ്ങൾക്ക് അത് ചെയ്തു തരുമെന്ന് ഉറപ്പുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവര് ഞങ്ങൾക്ക് എതിരായിട്ട് എന്ന് മാറിയോ അന്ന് തുടങ്ങിയുള്ള ഭവിഷ്യത്താണ് സംഭവിക്കുന്നത്. അവരുടെ ഈ ഇന്ത്യയിലെ എല്ലാ ഭൂമിയും ഈ ഞങ്ങളായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ തീർന്നിരിക്കും. അവരുടെ അവസാനത്തിനാണ് അവർ ഈ വരവ് വന്നത്. വഖഫ് ബോർഡ് ഇപ്പോഴും അതിശക്തമായിട്ട് ഇപ്പോ ഈ മുന്നോട്ട് വരികയാണ്. ഈ മുനമ്പത്തെ 400 ഏക്കർ ഭൂമി അത് അവരുടേതാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു ഭീതി പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ ഇടയിൽ ഭയങ്കര ഒരു ഇത് വന്നിട്ട്. പക്ഷെ നാട്ടുകാർക്ക് അത് കിട്ടണം. കാരണം എന്താ വെച്ചാൽ ഈ നാട്ടിൽ ഇന്നും ചില ആളില് അവരുടെ പുറകെ നടക്കുന്ന ആളാണ്. കുടുംബം പോയിട്ടും അവരോടുള്ള വിശ്വാസം കൊണ്ടായിക്കോളൂ ചിലപ്പോ. പക്ഷെ എന്നാൽ പോലും ഇന്നവരായിട്ടും അവര് നമുക്ക് വേണ്ടി ഒരു വാക്ക് പോലും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് വെച്ച വ്യക്തി ഇവിടെ മൈക്ക് എടുത്ത് പറഞ്ഞു നടപ്പുണ്ടായിരുന്നു, കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന്. ഇവനൊക്കെ ഒന്ന് ഇറങ്ങട്ടെ പുറത്തേക്ക്. ഇവനൊക്കെ ഇപ്പോഴും ഈ അണ്ണാക്കി കയറിയിരിക്കൽ ഇപ്പോഴും ഇറങ്ങണില്ലല്ല. ഇറങ്ങിയാലേ വിവരം അറിയുള്ളൂ. അപ്പൊ അവന്റെ വീട്ടിലേക്കായിക്കോളെ അടുത്ത സമരം ഞങ്ങൾ നടത്താൻ പോണത്.
ജനങ്ങളെ പറ്റിക്കുക ഇനി. ഇപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് മുനമ്പത്ത് വന്നു. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യം 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു വിഷയം പരിഹരിക്കാമെന്നാണ്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ഈ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറയുന്ന വ്യക്തി മുനമ്പത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഭീതി പരത്തുന്ന തരത്തിലേക്കുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു നിലവിലെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ? അല്ല, നിലവിലെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ 10 മിനിറ്റ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുള്ളി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഈ 10 മിനിറ്റ് കൊണ്ട് നടത്താൻ പറ്റിയ ആ ഓപ്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കാട്ടി കൊടുക്കണം. എന്നാലേ ജനങ്ങൾക്ക് ആ മനുഷ്യന് വിശ്വാസമാവുള്ളൂ. ഈ 10 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഒരു പൊന്നുകൊണ്ട് പുള്ളിക്ക് കിട്ടാൻ പോകുന്നത്. നമസ്കാരം. ചേട്ടിപ്പോ ഈ മുനമ്പത്തെ 400 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ ആണെന്ന് വഖഫ് ബോർഡിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭൂമി തിരിച്ചു കിട്ടണം എന്നുള്ള തരത്തിലേക്കുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണമെന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം ഈ ഒരു ഭീതിജനകമാണ് ഈ ഒരു വിഷയം? ഇവിടെ എനിക്ക് പറയാനുള്ളതേ, ഈ വഖഫ് ബോർഡിന് ഇവിടെ ഭൂമിയില്ല. ഈ മുനമ്പത്ത് വഖഫ് ഭൂമിയില്ല. ഞങ്ങള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ഞങ്ങളിപ്പോൾ 10-60 കൊല്ലമായി ഞങ്ങൾ ഇവിടെ ജീവിക്കണം. ഈ പറവുകൊളയായിട്ട് കേസ് 2 കേസ് ഞങ്ങൾ പറഞ്ഞിട്ട് 2 കേസും തോരിട്ട് അവർ പറഞ്ഞ വിലക്ക് അതിന് ഇരട്ടി വിലക്കാണ് ഞങ്ങൾ വില കൊടുത്ത് പറവുകൊളയിൽ നിന്ന് വാങ്ങിയേക്കണം. അതിൻ്റെ ആധാരങ്ങൾ കംപ്ലീറ്റ് രേഖാമൂലം എല്ലാ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നോക്കിച്ചിട്ട് തന്നെ ആധാരം ചെയ്ത് തന്നേക്കണം. പിന്നെ ഇവർ ഈ 404 ഏക്കർ ഈ വഖഫ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? 174 ഏക്കർ ഭൂമിയാണ് ഈ മുൻപത്തുള്ളത്. ഈ 404 ഏക്കർ എവിടെ നിന്ന് ഇവരുണ്ടാക്കും? ഇവരുണ്ടാക്കുമെന്ന് പറയണ്ടല്ല. ഇവർ കടലളന്നുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കടലളന്ന് കൊടുക്കോ? ഞങ്ങളത് സമ്മതിക്കൂല. ഞങ്ങളുടെ നെഞ്ഞത്തുകൂടി ഞങ്ങൾ ശാലത്തുമ്മ ചവിട്ടി പോകണം. ഈ മുൻപത്ത് വന്ന് ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ ഇന്നലെ അവരുടെ പ്രസ്താവനകൾ കുറച്ച് കേട്ട് ഇവരെ എൻ്റെ ഉണ്ട് രേഖ ഞാൻ കാണിച്ചു കൊടുക്കുക. ഈ 2 വില്ലേജിലും കൂടി എന്തോരം ഭൂമി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആകെ 174 ഏക്കർ ഭൂമിയാണ് ഇവിടെ ഉള്ളത്. ഇവർ ഈ 404 ഏക്കർ എവിടെ നിന്ന് ഒന്ന് ഉണ്ടാക്കട്ടെ, ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങ ഈ വഖഫ് ബോർഡുമായിട്ട് വി ഡി സതീശന് നല്ല ബന്ധമാണല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് വഖഫ് ബോർഡിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് പുള്ളിനെ നല്ല വിശ്വാസമാണ്. എന്താണെന്നാ, വേളാങ്കണ്ണി മാതാവിനെ സാക്ഷി നിർത്തിയാണ് പുള്ളി ഇവിടെ പറഞ്ഞുകൊണ്ട് പോയണ. 10 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ള ഒരു വിഷയമുള്ളൂ. അപ്പൊ അത്രയും ഒരു നിസ്സാര കാര്യമാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് പുള്ളിനെ നല്ല വിശ്വാസമാണ്. പുള്ളി പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ പുള്ളിനെ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. പക്ഷേ പുള്ളി പറഞ്ഞ വാക്ക് തെറ്റിച്ചാലേ മാതാവ് 8ന്റെ പണി കൊടുക്കുക അയാൾക്ക്, മുഖ്യമന്ത്രിക്ക്. അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് അത്ര പറയാനുള്ളു. ഇപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിൽ ഇസ്ലാമിക സംഘടനകൾ എല്ലാവരും തന്നെ ഈ വഖഫിന്റെ ഭൂമിയാണ് മുനമ്പെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിയമസഭയിൽ BJPയുടെ MLA-മാരല്ലാതെ ആരെങ്കിലും സപ്പോർട്ട് ഇനിയെങ്കിലും ലഭിക്കും തോന്നുന്നു? ഞങ്ങൾക്കേ എനിക്ക് പറയാനുള്ളേ, 140 പേര് കൂടി ഒന്നിച്ച് വഖഫിനെ സപ്പോർട്ട് ചെയ്ത് കൈവക്കിയാണ് നിയമസഭയിൽ ഈ പ്രമേയം പാസാക്കാൻ. ഞങ്ങളുടെ ഒരു 3 ആൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ആ 3 ആള് 30 ആക്കടല്ല 150 ആക്കട പവർ അവിടെ കാണിച്ചോളും. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഞങ്ങളെ രക്ഷിക്കാൻ അവർ മതി. പക്ഷേ സതീശൻ മുഖ്യമന്ത്രിനെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ എല്ലാവരും കൂടി ഞങ്ങളുടെ കാര്യം ശരിയാക്കി തരുമെന്ന് ഞങ്ങൾക്കറിയാം. 10 മിനിറ്റല്ല, ഇനി 10 ദിവസം ആയാലും കുഴപ്പമില്ല. ഇനി 1 മാസം ആയാലും ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇത്രയും നാളായാലും ക്ഷമിച്ചില്ലേ. ഇവിടെ കിടാങ്ങൾക്ക് പഠിക്കാൻ ബാഗ് മേടിക്കാനാ, ഉടുപ്പ് മേടിക്കാനാ, പുസ്തകം മേടിക്കാനാ, മറ്റുള്ള കല്യാണങ്ങള് എല്ലാം തരിപ്പണമൊക്കെയാണ്. ആ ഒരു കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം. ഇവിടെ വന്നു പോയാലാണ്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങൾക്ക് ചെയ്തു തരുമെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ 46-48 കൊല്ലം LDFിന് വോട്ട് ചെയ്തിരുന്ന ആളാണ്. പക്ഷേ വിശ്വസിച്ച ആളുടെ ചതിച്ചാണ് LDF സർക്കാർ. അവർക്ക് ചെയ്യായിരുന്നു. 1 മാസം ഹൈക്കോടതി വക്കപ്പല്ല എന്ന് പറഞ്ഞിട്ട് 1 മാസം അവർക്ക് ടൈം കൊടുത്ത് സുപ്രീം കോടതി പോകാൻ. അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണത് കേന്ദ്ര ഗവൺമെന്റാണ് കേസ് പറയണത്. അത്രയും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഞങ്ങളുടെ ഇനി BJP അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു രക്ഷയില്ല. അതുപോലെ തന്നെ നിയമസഭയിലുണ്ട്. അതിന് 330 ആകാനായിട്ട് അധികം നാൾ വേണ്ട. അത് 30-60 ആകും. 60-90 ആകുമ്പോൾ 150 ആകും. പയ്യത്ത് നിന്നാ പനയം തിന്നാന്നല്ലേ പറയണ. വരട്ടെ. എന്നാലും മുഖ്യമന്ത്രിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇപ്പം ഞാൻ 3-4 കൊല്ലം ഞാൻ മരിക്കാറായി. എനിക്കിതൊന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് സന്തോഷമായിട്ട് മരിക്കണം. മുഖ്യമന്ത്രിനോടൊരു അപേക്ഷിക്കുകയാണ് ഞാൻ, ഞങ്ങളുടെ പ്രശ്നം ഒന്ന് തീർത്തു തരാൻ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ഭീതി പരത്തുന്ന തരത്തിലേക്കുള്ള പ്രസ്താവന വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. 400 ഏക്കർ ഭൂമി മുനമ്പത്തെ വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞത്. അത്
അതിലൊരു പരിഹാരം കാണണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? പരിഹാരം കാണുമെന്ന് പറയുന്നത് ഇവിടെ ഈ ഭൂമി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമരസമിതിക്കാരുണ്ട്. അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഈ സംസാരം ഇവിടെ വന്നേക്കുന്നത്. അല്ലാണ്ട് ബക്കപ്പിന് ഇവിടെ ഭൂമിയില്ല, മനസ്സിലായ? സേട്ടു ഇവിടെ ഇടപാട് ചെയ്യുന്ന കൃഷി ചെയ്തിട്ട് പറ്റാണ്ടായിട്ട് ഒന്നുമില്ലാണ്ടായിട്ട് ഈ ഒന്നും വരുമാനമൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞിട്ട് ഇത് കോളേജിന് കൊടുത്തു, ഫറൂഖ് കോളേജിന് ഇഷ്ടദാനമായിട്ട് കൊടുത്ത ഭൂമി ഇത് വക്കപ്പിന്റെ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ സമരം ചെയ്തിട്ട് കുറച്ച് ആളുകളുണ്ട് ഇവിടെ. ഇത് പിന്നെ അനുകൂലമായിട്ട് കുറച്ച് ഭൂസമര സമിതിക്കാർ നടപ്പുണ്ട്. അവരിപ്പോഴും അങ്ങനെ തന്നെ ആ ഒരു നിലപാടുണ്ടോ? അവരുടെ നിലപാടിന് ഇപ്പോഴും മാറ്റമില്ല. അവരിപ്പോഴും ഇതിനു വേണ്ടി തന്നെ നടക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് ഓച്ചാഞ്ചി നടക്കുകയാണ്. ഇവിടെ ഈ 610 വീട്ടുകാർ ഇവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. അതിന് വല്ല പരിഹാരം കാണണമെന്നുള്ള നോക്കണില്ല. BD സതീശൻ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് ഈ കാര്യം പിണറായി സർക്കാർ തീർക്കേണ്ട കേസാണിത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, അങ്ങോരിപ്പം മുഖ്യമന്ത്രിയായി. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി മുഖ്യമന്ത്രി ആയതിൽ. ഇനിയെങ്കിലും പുള്ളിക്കാരൻ ഞങ്ങളുടെ ഈ ഭൂമിയുടെ കാര്യത്തിന് ഒന്ന് നേരെ നിർത്തി തന്നാൽ മതി. ഞങ്ങൾ ഈ കടപ്പണം പോകാണ്ട് നോക്കിയാൽ മതി. ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് മൂപ്പനെ പ്രതീക്ഷയുണ്ട്. കാര്യം ഈ സമരപ്പന്തലിൽ വന്ന് 10 മിനിറ്റ് കൊണ്ട് പിണറായി സർക്കാർ ചെയ്തു തീർക്കേണ്ട കേസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ ഇന്നിപ്പോ പുള്ളിക്കാരൻ പ്രതിപക്ഷമല്ല മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്കൊണ്ട് വിചാരിച്ചാൽ ഈ കാര്യം നടക്കും, തീർച്ചയായിട്ടും നടക്കും. ഇപ്പോഴും നിങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ലോൺ വെക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ കിടക്കുന്നത്. കരമടക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകണ്ട, അല്ലാണ്ട് ഇങ്ങനെ വൈകിച്ചു പോയി കഴിഞ്ഞാൽ ഇനിയൊരു ബാധ്യതയല്ല, ബുദ്ധിമുട്ടല്ലോ നിങ്ങൾക്ക്? മുഖ്യമന്ത്രി അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ചെയ്യേണ്ടതാണ്. നിയമവകുപ്പ് പുള്ളിക്കാരന്റെ കയ്യിൽ അതിന്റെ പുറത്ത് ഇതിന് ഒരു നിയമം ഉണ്ടാക്കി ഞങ്ങൾക്ക് എത്രയും വേഗം ഈ കരമടക്കാനും കരമടച്ചതിന്റെ രസീതുകൾ എല്ലാവരും കൈകാര്യം ചെയ്ത് ഇവിടുത്തെ പാർപ്പിടം നന്നാക്കാനും കുട്ടികളെ പഠിപ്പ് നോക്കാനും ഭവനം നന്നാക്കാനും മറ്റുള്ള ജോലിക്ക് പോകാനും ഒന്നിനും പറ്റാണ്ട് ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് പുള്ളിക്കാരനായിട്ട് ചെയ്ത് കിട്ടുമെന്ന് തോന്നുന്നു.